ഹേയ് ഗൈസ്, ഇറ്റ്സ് മീ ബിയോണ്ട് പെർസെപ്ഷൻസ്. ഞാൻ ഗൈസ് അങ്ങനെ ടോക്സിക് ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ ടോക്സിക് കാണാൻ പോവാണ്. പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. ട്രെയിലർ കണ്ടിട്ടുണ്ട്. ട്രെയിലർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് പടത്തിന് വന്നത്. ഇനി എന്താകും എന്ന് പടം കണ്ടതിന് ശേഷം ഞാൻ വന്നിട്ട് പറയാം. இவனோட அலங்கோல வாழ்க்கைய அணுவா ஆராயலாம். ഗൈസ് അങ്ങനെ പടം കണ്ടിറങ്ങി. കാട്ടവരാധമാണ് ഗൈസ്, കാട്ടവരാധം. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് വിത്ത് ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫ്. ബിലോ ആവറേജ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, കണ്ടിരിക്കാൻ പറ്റാത്തൊരു സെക്കൻഡ് ഹാഫ്. ഒരു കഥയില്ല, പടത്തിലൊരു സ്റ്റോറി തീരെയില്ല. ജസ്റ്റ് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും മാത്രം. കഥ ഉണ്ടായിരുന്നെങ്കിൽ എന്നാലും കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരുന്നു. ഇത് ഒരു ക്യാരക്ടർ ബിൽഡിങ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. യശ് എങ്ങനെ ഇത്രയും വലിയ ഡോണായി, ഈ ഒരു പൊസിഷനിൽ എങ്ങനെ എത്തി, ഒന്നും കാണിക്കുന്നില്ല. ആകെ ഒരു കഥ ഉണ്ട് എന്ന് തോന്നിയത് നയൻതാരയുടെ ക്യാരക്ടറാണ്. അനിയന് വേണ്ടി ജീവിക്കുന്ന ഒരു ചേച്ചിയുടെ ക്യാരക്ടർ, അതാണ് നയൻതാര. നയൻതാര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പടത്തിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നയൻതാരയുടെ ക്യാരക്ടറാണ്. പിന്നെ യെസ്, ഓഫ് കോഴ്സ് യശ്. ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ അതൊക്കെ മെയിനായിട്ട്. അതൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഒരു ആവറേജ് സംഭവം ഫസ്റ്റ് ഹാഫ് കിട്ടിയത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആക്ഷൻ കൊറിയോഗ്രാഫ്. ജെ പെരിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തത്. പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ മേക്കിംഗ് അടിപൊളിയാണ്. സ്റ്റോറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു പടമെങ്കിലായി മാറിയേനെ. പക്ഷെ അതില്ലാതെ പോയി. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് സെക്കൻഡ് ഹാഫ് നമ്മൾ ഒരു മോൻ, എല്ലാവർക്കും അറിയാം, ഒരു മകൻ അച്ഛൻ, ആ ഒരു സംഭവം വരുമ്പോൾ അവർ തമ്മിലുള്ളൊരു ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ക്ലൈമാക്സിൽ അതൊക്കെ കൊണ്ടുപോയി കൊളമാക്കി. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേ ട്രെയിലർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ എന്തായാലും കാണണം എന്നുണ്ടായിരുന്നു. കാരണം യഷിൻ്റെ പടം നമ്മൾ ലാസ്റ്റ് കണ്ടത് KGF ആണ്. അതിന് ശേഷം വരുന്ന പടമാണ്. ഒന്ന് പോയി കാണണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം പോയതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും പോയി കാണാൻ നിൽക്കണ്ട. അത്രക്ക് അപരാധമാണ് ഗീതു മോഹൻദാസ് പടച്ചു വെച്ചിരിക്കുന്നത്. ഇത്രേ എനിക്ക് പറയുള്ളൂ. സോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്, സീ യു സൂൺ.